തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാരച്ചെടി കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന് വരും. തമിഴ്നാട് സ്വദേശി രാജേന്ദ്രന് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പറയുക. സലീം മാലിക് തിരുവനന്തപുരം നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. 2022 ഫെബ്രുവരി 6-ന് തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിലെ ഒരു അലങ്കാരച്ചെടി വിൽപ്പന കേന്ദ്രത്തിൽ ഒരു കടയിൽ നടന്ന കൊലപാതകത്തിലാണ് 3 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇന്ന് അതിലെ ശിക്ഷാവിധി വരുന്നത്. പ്രതി കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു. അതിൽ എന്ത് ശിക്ഷയാണ് പ്രതിക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കന്യാകുമാരി സ്വദേശിയായ രാജേന്ദ്രൻ എന്ന 40-കാരനാണ് ഈ കേസിലെ പ്രതി. ഒരേ ഒരു പ്രതിയാണ്. ഈ സാക്ഷികളില്ലാത്ത ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായതോടുകൂടിയാണ് ഈ കേസിൽ പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. വലിയ മിടുക്ക് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പ്രതി കുറ്റക്കാരനാണെന്നും ക്രൂരമായി കൊലപാതകം ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് കോടതിയിൽ തെളിയിക്കാനും കഴിഞ്ഞിരുന്നു. ഇനി ആ കേസിലെ ശിക്ഷാവിധി വധശിക്ഷ തന്നെ പരമാവധി നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. കാരണം സമൂഹത്തിന് ഭീഷണിയായ ഈ പ്രതി നേരത്തെയും 3 കൊലപാതകങ്ങൾ തമിഴ്നാട്ടിലെ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് 4.5 പവന്റെ സ്വർണം തട്ടിയെടുക്കുന്നതിനായി ഒരു ജീവൻ കവർന്നത്. അതുകൊണ്ട് തന്നെ ക്രൂരനായ ഈ കൊലപാതകയ്ക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം പ്രതിഭാഗം വാദിക്കുന്നത് 70 വയസ്സുകാരിയായ അമ്മയ്ക്ക് രാജേന്ദ്രൻ മാത്രമാണ് ആശ്രയം, അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ നൽകാവൂ എന്നുള്ളതാണ്. പക്ഷേ അത് കോടതി ഏത് നിലയിൽ പരിഗണിക്കും എന്ന് അറിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ 3 പേരെ കൊലപ്പെടുത്തുക, അതിനുശേഷം ജാമ്യത്തിലിറങ്ങി തിരുവനന്തപുരത്തേക്ക് എത്തുക, പിന്നാലെ 4.5 പവന്റെ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി ഒരു പരിചയവുമില്ലാത്ത ഒരു യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തുക എന്നുള്ള ക്രൂരകൃത്യം നിർവഹിച്ച പ്രതിയാണ്. മാത്രമല്ല ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലൊരു മാനസാന്തരവും ഈ വിചാരണ കാലയളവിൽ എവിടെയും ഉണ്ടായിട്ടുമില്ല. ഏറ്റവും ഒടുവിൽ പോലും തെറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ പശ്ചാത്താപമില്ല എന്നുള്ളതായിരുന്നു ഈ പ്രതി കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൊടും ക്രൂരനായ ഒരു പശ്ചാത്താപവുമില്ലാത്ത ഈ പ്രതിക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. ആ ശിക്ഷ തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻ ജഡ്ജി പ്രസൂൺ മോഹനാണ് ഇന്ന് ശിക്ഷ വിധിക്കുക. എസ് കെ എൻ.